നമ്മെ ലേഖനം 1:13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത നമുക്ക് നൽകിയ ഭാഗ്യം, ഞാൻ കുറച്ചു മുൻപ് പ്രസ്താവിച്ചതുപോലെ യേശുക്രിസ്തുവിൽ കൂടെ തങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചവരായി മുൻപോട്ട് വന്നവരെ കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നു? ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു. അത് ആ അനുഭവത്തെക്കുറിച്ച് അല്പനേരം നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 6. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 3-6. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയയില്ല. ഇപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലേക്ക് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അനുഭവങ്ങൾ വിവിധ നില. ഒന്ന്, പുതുതായി ജനിച്ചാൽ ദൈവത്തിന്റെ രാജ്യം കാണുവാൻ കഴിയും. ഇനിയും അതൊക്കെ ഇപ്പോൾ വായിച്ചു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇപ്പോൾ 2 കാര്യം. ഒന്ന്, പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. വെള്ളത്താലും ആത്മാവാലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ വായിച്ചാൽ. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19-21. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിന്റെ 3 അവസ്ഥ. ഒന്ന്, ദൈവരാജ്യം കാണുക. 2, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. 3, ദൈവരാജ്യം അവകാശമാക്കുക. See the kingdom of God, enter into the kingdom of God, inherit the kingdom of God. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളിൽ ചിലര് ദൈവരാജ്യം കണ്ടവരാണ്, ചിലര് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണ്, ചിലര് ദൈവരാജ്യം അവകാശമാക്കിയവരാണ്. അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു ഉദാഹരണം, ഒരു ദൃഷ്ടാന്തമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഈ ഓഡിറ്റോറിയം നിങ്ങൾ ഈ മൂവാറ്റുപുഴ പലയിടത്തായി തേടി നടന്നപ്പോൾ ഒടുവിലായി ഈ ഓഡിറ്റോറിയം വെളിയിൽ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായി. ഈ ഓഡിറ്റോറിയത്തിന് വേണ്ടിയാണല്ലോ ഞാൻ തേടി നടന്നത്. അത് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു തൃപ്തിയായി. ഇവിടെയാണ്. അത് കഴിഞ്ഞ് ഇതിനകത്ത് കയറി വന്ന് കണ്ടപ്പോൾ ഇവിടെ എല്ലാം കസേരകൾ ഇട്ടിട്ടുണ്ട്, യോഗങ്ങളിലെ ക്രമീകരണമുണ്ടപ്പോൾ അത് വേറൊരു അനുഭവം. ദൂരെ നിന്ന് കണ്ട ഒരനുഭവം. രണ്ടാമത് ഇവിടെ പ്രവേശിച്ചു. ഇത് രണ്ടും ഫ്രീ ആയി നടന്നു.
പിന്നെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഇത് നല്ലൊരു ഓഡിറ്റോറിയമാണ്, ഇതെന്റെ സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കണമെങ്കിൽ ഇതിന്റെ അധികാരികൾ പറയും 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ കൊടുത്തേ ഒക്കുകയുള്ളൂ. കണ്ടതും പ്രവേശിച്ചതും ഫ്രീ ആയി നടന്നു. ഇത് നിങ്ങളുടെ സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുതൽ മുടക്കിയേ ഒക്കുകയുള്ളൂ. അതുപോലെ സ്വർഗരാജ്യത്തിൽ ദൈവം അനുവദിച്ചു, കാണുവാൻ അനുവദിച്ചു, പ്രവേശിക്കാൻ അനുവദിച്ചു. ഇത് നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ മുതൽ മുടക്കിയേ ഒക്കുകയുള്ളൂ. അനേക ദൈവമക്കളും ഈ കാര്യത്തിൽ പുറകോട്ടാണ്. കാണാൻ വലിയ മുതൽ മുടക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തം ചിന്തിയതിനാൽ സ്വർഗരാജ്യം കണ്ടു, പിന്നെ പ്രവേശിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, പ്രവേശിച്ചു. എന്നാൽ സകല ജഡസ്വഭാവങ്ങളെയും ജയിച്ചെങ്കിൽ മാത്രമേ അവകാശമാക്കാൻ ഒക്കുകയുള്ളൂ. ആ ജഡസ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ വായിച്ചെടുക്കുക. ഗലാത്യലേഖനം 5:19 മുതൽ ഒന്ന് വായിച്ചാട്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. ഇത്രയും കാര്യങ്ങളായി. പക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് നിങ്ങൾ കൈ ഉയർത്താൻ പറയുന്നില്ല. നമ്മുടെ ദൈവമക്കളുടെ മധ്യത്തിൽ പകയുണ്ടോ? 2. അടുത്തത് പക കഴിഞ്ഞിട്ട് അടുത്തത് പിണക്കമുണ്ടോ നമ്മുടെ മധ്യത്തിൽ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ, സഭാ ശുശ്രൂഷകന്മാർ തമ്മിൽ പിണക്കമുണ്ടോ? ജാരശങ്ക, ക്രോധം. ഈ ക്രോധം എന്നല്ലേ പറഞ്ഞു? അതെ, ക്രോധം എന്ന് പറഞ്ഞാൽ നേരത്തെ കുറച്ച് കോപം വന്ന ഒരാളോട് ആ കോപം കുറച്ചു നേരം ഫ്രിഡ്ജിനകത്ത് വെച്ച് ആ ക്രോധമായി മാറും. എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അകത്ത് വെച്ച് തണുപ്പിച്ച് നല്ല കല്ലായി മാറും. അതാണ് ക്രോധം. ഉണ്ടോ? ഇനി ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നടക്കണം, ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ അന്നേരം പ്രയാസമുണ്ടാവും. ശാഠ്യം. ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞാൽ 2 പാർട്ടി, ഓരോ അഭിപ്രായങ്ങൾ വരുമ്പോഴും 2 പാർട്ടി. ഭിന്നത പറഞ്ഞാൽ അത് നിങ്ങൾ പറയേണ്ടല്ലോ, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അസൂയ ഒന്നുകൊണ്ട് കാണുകയില്ലായിരിക്കുമല്ലോ. സഹോദരന്മാർ തമ്മിലോ സഹോദരിമാർ തമ്മിലോ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലോ അസൂയ. മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് തെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം എന്ത് ചെയ്യുകയില്ല? അവകാശമാക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യം കണ്ടാൽ മതിയോ പ്രവേശിച്ചാൽ മതിയോ? അവകാശമാക്കണോ? പറഞ്ഞാട്ടെ. ദൈവരാജ്യം അവകാശമാക്കണം. അപ്പൊ ദൈവരാജ്യം അവകാശമാക്കണേ മുതൽ മുടക്കുണ്ടോ? മറ്റേതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ദൈവരാജ്യം എന്ത് ചെയ്യണം? അവകാശമാക്കണം. റോമാലേഖനം 14:17 വായിച്ചാട്ട്. റോമാലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, സമാധാനവും പരിശുദ്ധവുമത്രേ. ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. പ്രിയമുള്ളവരെ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ നീക്കുവാനുള്ള സ്ഥാനം അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ നോക്കുവാനുള്ള സ്ഥലമല്ല. വെൽഫെയർ എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഞെരുക്കങ്ങളോ മാറ്റുവാനുള്ള സ്ഥലമല്ല. ഇപ്പോൾ ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിച്ചു, കർത്താവ് പലരെയും സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വേറൊരു കാര്യം. എന്നാൽ ഇന്ന്
പല ദൈവമക്കളുടെ ഇടയിൽ കർത്താവിന്റെ ദൈവരാജ്യത്തിലായാൽ എൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോവും, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോവും, എൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ദൈവരാജ്യത്തിൽ ആയി ഇരിക്കുന്നവരെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പല പരിപാടികൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ അല്ല, പിന്നെയോ പലവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേമിലും പോയി നിത്യനിത്യമായി പാർക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഈ ഭൂമി നശിക്കാറായിരിക്കുകയാണ്. എല്ലാ സയന്റിസ്റ്റും എല്ലാ തത്വശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്ന ഒരേ കാര്യം ആണ്, ഈ ഭൂമി ഇതുപോലെ ഇനി അധിക നാൾ മുൻപോട്ട് പോകാൻ ഒക്കുകയില്ല. വായുമണ്ഡലം മുഴുവനും ദുഷിച്ചു. ഇപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന ഞങ്ങൾക്കറിയാം, എൻ്റെ ഭാര്യ അവർക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ താമസിക്കുന്നത്. വായു വളരെ ദുഷിച്ചിരിക്കുകയാണ്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കുടിക്കാനുള്ള വെള്ളത്തിന്റെ പ്രയാസം എന്തുമാത്രമാകുന്നു. കേരളത്തിലുള്ളവർക്ക് അതിന്റെ പ്രയാസം ഇപ്പോൾ ഇല്ല, കാരണം ഇവിടെ ധാരാളം മഴയൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ അതുപോലെ എന്തെല്ലാം പ്രതികൂലങ്ങളാണെന്നുണ്ട്. ഈ ഭൂമി നശിക്കാറായിരിക്കുകയാണ്, ഇതിന്റെ വയസ്സ് കഴിയാറായിരിക്കുകയാണ്. കർത്താവിന് വന്നിട്ടുണ്ട്, പഴയ വസ്ത്രം പോലെ കർത്താവ് ഈ ഭൂമിയെയും ആകാശത്തെയും മാറ്റുവാൻ പോകുകയാണ്. അപ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി പാർക്കുവാൻ ദൈവം നിത്യമായ അനുഗ്രഹം, നിത്യനിത്യമായി അവിടെ മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, വേർപാടില്ല, നിത്യനിത്യമായി പാർക്കും. അതാണ് നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഭവം. എന്നാൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. അപ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കണം. അവകാശമാക്കാനാണ് കർത്താവ് പല പദ്ധതികൾ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത്. അതിലൊരു പദ്ധതി ഇന്ന് പറയാം, ബാക്കി വൈകിട്ട് തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 66 സങ്കീർത്തനം എടുത്താട്ട്. അതിന്റെ 10 മുതൽ 12 വരെ വേദപുസ്തകമുള്ളവരെല്ലാവരും അതൊന്ന് വായിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 66 10 മുതൽ 12 വരെ ആദ്യമായി എല്ലാവരും ഒന്ന് വായിച്ച ശേഷം പിന്നെ കർത്താവിന്റെ ദാസൻ വായിച്ചാട്ട്. സങ്കീർത്തനം 66 10 മുതൽ 12 വരെ. സാം 66 verse 10 to 12. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി പരിശോധിക്കുന്നു, നീ ഞങ്ങളെ പറയുന്നു. ആമേൻ. വായിച്ചാൽ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. വിടുവിക്കുന്നവനായ ദൈവം എന്ത് ചെയ്തു? എല്ലാരും പറഞ്ഞാട്ട്. വലയിലകപ്പെടുത്തി. ഉറച്ചു പറഞ്ഞാട്ട്. വലയിലകപ്പെടുത്തി. ഇത് പുതിയതായി കേൾക്കുന്നതാണെന്ന്. വിടുവിക്കുന്നവനായ ദൈവം എന്ത് ചെയ്തിരിക്കുക? വലയ്ക്കകത്താക്കിയിരിക്കുക. ഇതുവരെ സ്വാതന്ത്ര്യമായിട്ടൊക്കെ നടന്നു, രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം ദൈവം പിടിച്ചെന്തിനകത്താക്കി? വലയിലാക്കി. എന്തിനാ ദൈവം വലയിലാക്കിയെന്നറിയാമോ? സ്വർഗരാജ്യം അവകാശമാക്കാൻ യോഗ്യരാക്കണം. ഹല്ലേലൂയ. വലയിലാക്കാതെ നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് മാറുകയില്ല. ഇപ്പൊ ചിലർ വിചാരിക്കും രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഇത്രയും പ്രയാസമില്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രയാസം അവിടെ ഒരു വല, അയൽവക്കത്തുകാരുമായിട്ടുള്ള ഒരു പ്രയാസം അവിടെ ഒരു വലയായി, മക്കളുടെ പ്രയാസം, രോഗം, ഞങ്ങളെ വലയിലകപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നെന്ന് കൈ ഉയർത്തിക്കാട്ട്.
സ്വർഗസ്ഥനായ ദൈവം, വിടുവിക്കുന്നവനായ ദൈവം സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൽ നിന്ന് വിടുവിച്ച്, പിന്നെന്താക്കിയിരിക്കുക? വലയിലാക്കിയിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയില് ദൈവം വലയിലാക്കിയിരുന്നു പറഞ്ഞപ്പോൾ 2 കർത്താവിന്റെ ദാസന്മാര് മുൻപിൽ ഇരിപ്പുണ്ടായിരുന്നു സ്റ്റേജിൽ. അവർക്കങ്ങ് കോപമായി. വിടുവിക്കുന്നതിനായി ദൈവം വലയിലാക്കുന്നത്, ഇങ്ങനെയൊക്കെ എന്താ പ്രസംഗിക്കുന്നത്? അപ്പൊ ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ദൈവം വലയിലാക്കുമെന്ന് പറഞ്ഞോളായിരുന്നു. ഞാൻ പറയുന്നത് നമുക്ക് സങ്കീർത്തനം ഒന്ന് വായിക്കാം, 66-ാം സങ്കീർത്തനം വായിക്കാവുന്നതാണ്. അപ്പോൾ ആ കർത്താവിന്റെ ദാസന്മാർ പറയാം, ഇത് എത്ര പ്രാവശ്യം വായിച്ചത്, എന്നാൽ ഈ വലയിലാക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. വലയിലാക്കുന്ന കാര്യം എപ്പോഴും ദൈവം നമുക്കെല്ലാം വിടുതൽ 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 ശുശ്രൂഷയേ ഉള്ളൂ. വലയിലാക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ പ്രശ്നങ്ങളിലും എന്ത് ചെയ്യുക? വിടുവിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജഡസ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നമ്മെ വലയിലാക്കാതെ വേറൊരു പരിപാടിയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഭർത്താവിന്റെ പ്രയാസങ്ങൾ, ഭാര്യയുടെ പ്രയാസങ്ങൾ, മക്കളുടെ പ്രയാസങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ഇതൊക്കെ കർത്താവെ ഏത് വലയാണ്, എന്തിനാണ് എന്നെ ഇതിനകത്തിട്ടിരിക്കുന്നത്? കർത്താവെ, ഞാൻ നന്നാകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വലയിൽ നിന്ന് വെളിയിലാകും. ഈ മീനെ പിടിക്കാൻ വലയിടുന്ന പോലെ വലയിട്ട് കഴിഞ്ഞാൽ മീൻ ചാടാൻ, വലയിൽ നിന്ന് വെളിയിൽ ചാടാൻ കുറച്ചൊക്കെ ചാടി നോക്കും, പിന്നെ ക്ഷീണിച്ചങ്ങ് കിടക്കും. നമ്മൾ ചിലപ്പോൾ, കർത്താവ് ചിലപ്പോൾ ചില സ്വഭാവം മാറ്റാനായിട്ട് കർത്താവ് വലയിലാക്കുകയാണ്. രോഗമാകുന്ന വലയിലാക്കി ഒടിയിൽ പോയി കുറച്ച് മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞ് വരുമ്പോഴത്തെ വിചാരിച്ചു രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. എന്നാൽ അതിന്റെ അപ്പുറത്തെ വലയായിരിക്കും. അപ്പോൾ കർത്താവ് വലയിലാക്കിയാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സാത്താൻ ആ വലയിലാക്കി. പ്രിയമുള്ളവരെ, സാത്താൻ എന്നേ ഓടിപ്പോയതാ. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വേലി കെട്ടിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ട്, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10 അതിന്റെ 7 മുതൽ 10 വരെ വായിച്ചാൽ. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഒരു ദൈവ പൈതലിന് ഒരു വേലിയല്ല 3 വേലിയോ. ഇയ്യോബ്, പഴയ നിയമവിശുദ്ധനായ ഇയ്യോബിന് 3 വേലിയുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമ്മൾക്ക് വേലിയുമുണ്ട്, ദൂതന്മാരുടെ കാവലുമുണ്ട്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന ഇയ്യോബിന്റെ വേലിയെ ദൈവം എന്ത് ചെയ്തു? പൊളിക്കുവാനായി അനുവദിച്ചു. വേലി കെട്ടിയിട്ടുള്ളതുകൊണ്ട് പിശാച്, സാത്താൻ ഓടി നടന്ന് 4 വശത്തുനിന്ന് നോക്കുക. യഹോവയായ ദൈവം വേലി പൊളിക്കാതെ നമ്മുടെ തലമുടിക്ക് പോലും തൊടുവാൻ സാത്താൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സാത്താൻ അങ്ങ് കയറിയെടുത്തോണ്ട്. കർത്താവ് പറഞ്ഞ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഈ സാത്താനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടാണ് ദൈവം സഭയെ പണിയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? സാത്താനെ എവിടെയെങ്കിലും കെട്ടിവെച്ചിട്ടിട്ടല്ല പണിയുന്നത്. സാത്താനെ അവന്റെ കോടാനുകോടി ദൂതന്മാരെയും ശക്തികളെയും ഫ്രീ ആയി വിട്ടിട്ട് സഭയാകുന്ന ആലയത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുക. അധികാരത്തിന്റെയാണ്. കാരണം സാത്താൻ വന്ന് നോക്കുമ്പോഴേ ഇതാരുടെ കല്ലാണ്, ഇതാരുടെ വകയാണെന്ന് സാത്താൻ നല്ലവണ്ണം അറിയാം. ഇപ്പൊ തന്നെ നിങ്ങളുടെ നാട്ടില് നല്ല വലിയ ചട്ടമ്പി ഉണ്ടെന്ന് വിചാരിച്ചാൽ
ഒരു ചട്ടമ്പിയുടെ സൈക്കിൾ വെളിയിൽ കിടക്കുകയാണ്. ആരെങ്കിലും തൊടുകയാണെങ്കിൽ അവനെ ആ ചട്ടമ്പി നമ്മളെ വിടുകയില്ല. അതുകൊണ്ട് എല്ലാവരും ആ സൈക്കിളിൽ എന്ത് ചെയ്യും? കയറി എടുത്തുകൊണ്ട് പോകും. നീ തൊടുകയില്ല, പേടിയാ. അതുപോലെ കർത്താവ് ചട്ടമ്പിയൊന്നുമല്ല, കർത്താവ് സർവശക്തനാണ്. ഇത് സർവശക്തന്റെ മുതലാണ്, ഇത് യേശുവിന്റെ രക്തം പുരട്ടിയതാണ്, ഇതേൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല എന്ന് സാത്താന് നല്ലവണ്ണം അറിയാം. പിന്നെ നമ്മൾക്ക് വരുന്ന എന്താണ്? സ്വർഗസ്ഥനായ ദൈവം ചിലപ്പോഴൊക്കെ ഒന്ന് വേലിയൊന്ന് പൊക്കും. വേലിയൊന്ന് പൊക്കിയാൽ നമ്മുടെ അകത്ത് എത്ര പിശാചുക്കളുണ്ടെന്നറിയാമോ? ഗലാത്യ ലേഖനം നമ്മൾ വായിച്ച അതേ 5:19 എണ്ണിക്കാട്ട് എത്ര പിശാചുക്കൾ നമ്മുടെ അകത്തുണ്ടെന്ന്. എത്ര ഞാൻ പിശാചുക്കൾ എന്ന് പറയുന്ന പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലായിക്കോളും. പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ അടുക്കൽ എത്ര എണ്ണം ഉണ്ട്? ദൈവരാജ്യം അവകാശമാക്കുന്നതിന് മുൻപേ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ അകത്ത്? വായിച്ചാൽ 19 വായിച്ചാൽ. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, ദുർനടപ്പാകുന്ന പിശാച്, അശുദ്ധിയാകുന്ന പിശാച്, ദുഷ്കാമം, ദുഷ്കാമാവുന്ന പിശാച്, വിഗ്രഹാരാധന എന്ന പിശാച്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ബിംബത്തെ അറിയാൻ നിങ്ങൾക്ക് അനേകർക്കും ഭർത്താക്കന്മാര് വിഗ്രഹമാ, ഭാര്യമാര് വിഗ്രഹം, മക്കള് വിഗ്രഹമാ, ജോലി വിഗ്രഹമാ. മനസ്സിലായോ? വിഗ്രഹങ്ങൾക്ക് പലപ്പോഴും രാവിലെ വൈകിട്ടേ പോകത്തുള്ളൂ. ഇത് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചാൽ പിന്നെ പ്രാർത്ഥനയും വേണ്ട, അവന്റെ ചിരിയും കണ്ടോണ്ടെങ്കിൽ ഇരുന്നോളും. മക്കൾ വിഗ്രഹമായി തീർന്നിരിക്കുക. ചിലർക്ക് ഭർത്താക്കന്മാര് വിഗ്രഹമായി തീർന്നിരിക്കുക, ചിലർക്ക് ഭാര്യമാര് വിഗ്രഹമായി തീർന്നിരിക്കുക, ചിലർക്ക് അവരുടെ സമ്പത്ത് വിഗ്രഹമായി തീർന്നിരിക്കുക, ചിലർക്ക് അവരുടെ ജോലി വിഗ്രഹമായി തീർന്നിരിക്കുക, ചിലർക്ക് അവരുടെ സൗന്ദര്യം വിഗ്രഹമായിരിക്കുക. ആ സൗന്ദര്യ മുഖം വീണ്ടും 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 കണ്ണാടി നോക്കിയില്ലെങ്കിൽ എന്തല്ല എന്തെങ്കിലും ഒരു കുഴപ്പം. നിങ്ങൾ എത്ര വിഗ്രഹമുണ്ടെന്ന് നോക്കിക്കോണം. നമ്മൾ പറയുന്നത് ഞാനിപ്പം കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ നോക്കില്ല, ഹൃദയത്തിന്റെ അകത്തോട്ട് നോക്കിയാൽ അറിയാൻ എത്ര വിഗ്രഹം ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. ദൈവമക്കളാകുന്ന അവരുടെ മുൻപിൽ നമ്മൾ മറ്റുള്ള വിഗ്രഹങ്ങളിൽ പോയി മെഴുകുതിരിയൊന്നും കത്തിക്കുന്നില്ലെങ്കിലും അകത്ത് നിറയെ വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങളെ പുറത്താക്കണമെങ്കിൽ നിങ്ങളെ വലയിലാക്കിയെങ്കിലേ ഒക്കെ ഉള്ളൂ, അല്ലാതെ വേറൊരു പരിപാടിയുമില്ല. കർത്താവായ യഹോവയായ ദൈവം വേലിയൊന്ന് പൊക്കി സാത്താനെ കൊണ്ട് വലയിലാക്കി ഒന്ന് ആക്കിയെങ്കിലേ ഒക്കെ ഉള്ളൂ. വിഗ്രഹാരാധന, പിന്നെ ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. അപ്പൊ എത്ര വിഗ്രഹമുണ്ട് സഹോദരന്മാരെ? എത്ര സാത്താനുണ്ട്? 19 എത്ര എണ്ണമുണ്ട്? 15 എണ്ണമുണ്ട്. ഈ 15 എണ്ണത്തിനെയും കൊണ്ടാണ് നടക്കുന്നത്. ഈ 15 എണ്ണത്തെയും കൊണ്ട് അവിടെ പോകാൻ, പുതിയ ഭൂമി പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് വലയിലാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇതിനെയെല്ലാം പുറത്താക്കണം. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം ചെറുക വേലിയൊന്ന് പൊക്കിക്കൊടുക്കും. സ്വർഗസ്ഥനായ ദൈവം വേലി പൊക്കാതെ ഒരു ചെറിയ തലമുടി പോലും തൊടുവാൻ സാത്താന് ധൈര്യമില്ല, തൊടത്തുമില്ല. കാരണം അവനറിയാം ഇത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാണ്, ഇതെ തൊട്ടാൽ എനിക്ക് പൊള്ളുവെന്ന് അവനറിയാം. ദൈവത്തെ കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ആരും അതിനെ പിടിച്ചു പറിക്കില്ല. എന്റെ ആടുകൾ എന്റെ കയ്യിലിരിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് അവരെ എന്ത് ചെയ്യാനൊക്കെയില്ല, പിടിച്ചു പറിക്കാനിക്കില്ല. പിന്നെ യെശയ്യാവിന്റെ 49 അധ്യായത്തിന് 15-16 വായിച്ചാട്ട്. യെശയ്യാ 49 15-16, ഐസയ 49 15 and 16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നല്ല, ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്താവും? താഴെ വീഴുന്നു വരും. വരച്ചിരിക്കും. നിങ്ങൾ പച്ച കുത്തിയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈ എങ്ങനെല്ലാം മാറിയാലും കയ്യിൽ നിന്ന് താഴെ പോവുകയില്ല, വരച്ചിരിക്കുകയാണ്. ആരുടെ കയ്യിലാ? വലിയവനായ ദൈവത്തിന്റെ കയ്യിൽ വരച്ചിരിക്കുകയാണ്. പിന്നെ നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വരച്ചിരിക്കുകയാണ്. നിന്റെ കോമ്പൗണ്ട് വാൾ, മതിലുകൾ എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ആ ദൈവത്തിന്റെ അനുവാദം കൂടാതെ തൊടാൻ കഴിവുള്ള ഏതെങ്കിലും ശക്തിയുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഏതെങ്കിലും ശക്തിയുണ്ടോ? സാത്താനും അവന്റെ സകല സൈന്യവും വന്ന ദൂരെ നിന്ന് നോക്കിയേച്ചു പോകുമെന്നല്ലാതെ അടുത്തു വരുവാൻ കഴിയയില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ വിടുതലിന്റെ ശക്തി എത്രമാത്രമാണ്. ഇസ്രായേൽ മക്കളെ ഞാനൊന്ന് കാണിച്ചു തരാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 23-24 വായിച്ചാട്ട്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. 22, 23, 24 വായിച്ചാട്ട്. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. പിറ്റേന്നാൾ വെളുക്കും വരെ ആരും വീടിന് പുറത്ത് ഇറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നുപോകും. രക്തം കാണുമ്പോൾ യഹോവയായ ദൈവം വാതിൽ ഒഴിഞ്ഞ് കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സംഹരിക്കേണ്ടതിന് സംഹാരം നിങ്ങളുടെ അടുക്കൽ വരികയുമില്ല. അതിന്റെ 29-30 വായിച്ചാണ്. 29-30 12-ന്റെ 29-30. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദിജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. മിസ്രയീമിൽ വലിയ നിലവിളി ഉണ്ടായി. ഫറവോൻ രാജാവും അവന്റെ മന്ത്രിമാരുടെ വീടുകളിലെ കാവലിന് അവരുടെ പട്ടാളക്കാര് നിൽപ്പുണ്ട്. ഗേറ്റ് എല്ലാം നല്ലോണം അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും അവരുടെ വീടിനകത്ത് സംഹാരൻ കയറി വലിയ നിലവിളി. ഒരു വീട് പോലും ഇല്ല മരണം കയറാത്തത്. ഫറവോന്റെ വീട്ടിലും കയറി, എല്ലായിടത്തും കയറി. എന്നാൽ പാവപ്പെട്ട ഒരു കൂട്ടം, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 6-7 വായിച്ചാൽ. 11-ാം അധ്യായത്തിന്റെ 6-7 പുറപ്പാട് 16-6-7. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. വലിയൊരു നിലവിളി ഉണ്ടായി. എന്നാൽ ഉണ്ടാവും. യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഇസ്രായേൽ മക്കളും ഇസ്രായേലിലും തമ്മിലുള്ള വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവനക്കുകയില്ല. ഒരു നാ പോലും വാനക്കുകയില്ല. പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഇസ്രായേലിയർക്ക് മിസ്രയീമിൽ വിടുതൽ വന്നുവെങ്കിൽ, കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നമുക്ക് അവൻ എത്ര വേലി കെട്ടിയിട്ടുണ്ട്, ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ധാരണയുണ്ടാകുന്നു ഈ പ്രയാസം സാത്താൻ കൊണ്ടുവന്ന, സാത്താനാണ് ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും തൊടുവാൻ സാത്താന് കഴിയുകയില്ല. കാരണം സാത്താൻ അറിയാം ഇത് ദൈവത്തിന്റെ വകയാണ്. സാത്താൻ നല്ലവണ്ണം അറിയാം ഇത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ചത് മാത്രമല്ല, നമ്മെ എന്ത് ചെയ്താണ്? വിലയ്ക്ക് വാങ്ങി. 1 കൊരിന്തി 6:19 വായിച്ചാണ്. 1 കൊരിന്തി 6:19. 1 Corinthians chapter 6 verse 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ദൈവത്തിന് 2 അവകാശമുണ്ട്. ഒന്ന് സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ അവകാശം. രണ്ടാമതെന്താണ്? എന്താണ്? 2 വിലയ്ക്ക് വാങ്ങിയ അവകാശം. 2 അവകാശമാണുള്ളത്. 2 അവകാശമാണ്. 2 അവകാശമാണ്. 2 അവകാശമാണ്.
ഹല്ലേലൂയ. ഒരവകാശമല്ല, രണ്ടവകാശം. ഞാന് ഒരു ചെറിയ കഥ ഓർക്കുന്നു. ചെറിയ കഥ പറയാൻ. ഒരു വീട്ടിൽ ഒരു പൈതലുണ്ടായിരുന്നു. ആ പൈതലിന് ബർത്ത്ഡേക്ക് അവനൊരു ഗിഫ്റ്റ് വേണമായിരുന്നു. അപ്പൊ അവന് ഗിഫ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അവന്റെ പിതാവ് അവനൊരു ഗിഫ്റ്റായിട്ടൊരു ചെറിയ വള്ളം മേടിച്ചു കൊടുത്തു. തടിയുണ്ടുള്ള ചെറിയൊരു വള്ളം, ചെറിയ പൊങ്ങുതടിയുള്ള ചെറിയ വള്ളം, വളരെ സൗന്ദര്യമുള്ളതാണ്. അത് അവന്റെ സ്വന്തമായി അവന്റെ പിതാവ് അവന് കൊടുത്തതാണ്. അത് അവനിങ്ങനെ ഉപയോഗിച്ചിരുന്നപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഒരു വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം പറഞ്ഞാൽ കൂടുതലായിട്ട് മഴ പെയ്ത് വെള്ളം ഒഴുകാൻ തുടങ്ങി. അവൻ ആ വെള്ളത്തിൽ ഈ ബോട്ട് ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ നിന്ന് വലിയൊരു ഒഴുക്ക് വന്നപ്പം അവന്റെ വള്ളം അങ്ങ് ഒഴുകിപ്പോയി. അപ്പൊ അവൻ ഒരുപാട് തേടി നടന്നു, കിട്ടിയില്ല. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്റെ ആ കൊച്ചു വള്ളം എത്ര നല്ലതായിരുന്നു, എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ഒരിടത്ത് നടന്നു പോയപ്പോൾ വളരെ താഴെ നോക്കിയപ്പോൾ ഒരു വീട്ടിൽ അവരുടെ ഡ്രോയിങ് റൂമിൽ ആ വള്ളം ഇരിക്കുക. ഉടനെ അവർ പറഞ്ഞു, ഇതെന്റെ വള്ളമാണ്, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഒക്കുകയില്ല, ഇത് നിന്റെ വള്ളമാണ്, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാ. അവര് പറഞ്ഞു, അപ്പൊ എത്ര രൂപയാ? പറഞ്ഞു 300 രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞു. ആ സഹോദരൻ, ആ യൗവനക്കാരൻ എന്ത് ചെയ്തു? അവന്റെ പണമില്ല, വളരെ ദിവസം കൂലിവേല ചെയ്ത് 300 രൂപ കൊടുത്ത് ആ വള്ളം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, വള്ളമേ, ആദ്യമേ നീ എന്റേതായിരുന്നു, രണ്ടാമത് നീ എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി, ഞാൻ 300 രൂപ കൊടുത്ത് അധ്വാനിച്ചതിനെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇത് നിനക്ക്, നിന്റെ മേലെനിക്ക് 2 അവകാശമുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവായ യഹോവ. അതുകൂടാതെ നമ്മ പാപികളായി സാത്താന്റെ അധീനത്തിലിരുന്നപ്പോൾ അവൻ തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ 2 അവകാശം നമ്മുടെ മേലുണ്ട്. ഈ 2 അവകാശം നമ്മുടെ മേലുള്ളതായ കർത്താവ് സാത്താന്റെ ഒരു ശക്തിയെയും നമ്മെ തൊടുവാൻ അവന്റെ ഇഷ്ടപ്രകാരം അനുവദിക്കുകയില്ല. നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയല്ല. സ്വർഗത്തിലെ ദൂതന്മാരുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന സകല കാര്യങ്ങളിലും എപ്പോഴും ചിന്തിക്കണം, ഏതോ ഒന്ന് ക്രമപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് എന്നെ വലയ്ക്കകത്താക്കിയിരിക്കുന്നത്. സ്തോത്രം. വലയ്ക്കകത്താക്കുന്നത് ഏതോ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ക്രമീകരിക്കാനാണ്. ഇനി സങ്കീർത്തനം 66 വീണ്ടും വന്നാട്ട്, വലയ്ക്കകത്താക്കുക മാത്രമാണോ? 66 10 മുതൽ വായിച്ചാട്ട് വീണ്ടും. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. പാപഭാരം മാറ്റുന്നവൻ എന്ത് ചെയ്തിരിക്കുക? വലിയ ഭാരം. എല്ലാരും പറഞ്ഞാട്ടെ, എന്താ വെച്ചിരിക്കുന്നത്? മുതുകിന് വലിയ ഭാരവും വെച്ചിരിക്കുക. ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വന്നുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവിന്റെ അടുക്കൽ വന്നതിന് ശേഷം എന്തോ ആയത്? പാപഭാരം മാറി. അത് നമ്മളിനി ചുമക്കണ്ട. ഭാരം ചുമന്നുകൊണ്ട് ഒരു പള്ളിയുടെ ചുറ്റിലും നമ്മൾ നടക്കണ്ട. പാപഭാരം ചുമന്നുകൊണ്ട് മെഴുകുതിരി കത്തിക്കണ്ട. ഭാരം ചുമന്നുകൊണ്ട് ഒരു പുണ്യസ്ഥാനത്തും പോകണ്ട. അതെല്ലാം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ അകത്തുള്ള ഈ 15 പിശാചുക്കളെ പുറത്താക്കണമെങ്കിൽ എന്ത് വെച്ചേ വെക്കുള്ളൂ? ഭാരം വെച്ചുകൊള്ളു. നിങ്ങളാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴേ ഈ ഞങ്ങളുടെ വടക്കേന്ത്യയിലൊക്കെ ഉണ്ട് ഈ മൂസമ്പിയും ഓറഞ്ചും ഒക്കെ അതിന്റെ ജ്യൂസ് എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ എല്ലാം മെഷീനിലാണ്. എന്നാൽ മുൻകാലങ്ങളിൽ കൈകൊണ്ട് ഉണ്ടായിരുന്നു. അത് അതിന്റെ തൊലിയെല്ലാം ഉരിഞ്ഞു കഴിഞ്ഞ് എനിക്ക് വാക്കുകൾ വരാതെ എന്തെങ്കിലും സഹായിക്കണം. ഹിന്ദി വാക്കോ അല്ലെ ഇംഗ്ലീഷോ ആയിരിക്കും, പെട്ടെന്ന് അത് സഹായിച്ചാൽ വളരെ നന്നായിരിക്കും. അതിന്റെ തൊലിയെല്ലാം ഉരിച്ച് വെച്ച് എന്ത് ചെയ്യും? ആ മെഷീൻ കൈകൊണ്ട് കറക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മുൻകാലങ്ങളുണ്ട്. ഇപ്പോഴെല്ലാം മിക്സി എല്ലാമാണ്. അതിനകത്തോട്ട് വയ്ക്കും, വെച്ചിട്ട് കറക്കുന്നതിന്റെ പുറത്തും അതിന്റെ മുകളിൽ ഒരു തടി കൊണ്ടൊരെണ്ണം വെച്ച് കീപ്പോട്ട് അമക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്?
എന്തിനാണ് നമുക്കെന്ന് മുഴുവൻ ജ്യൂസും എന്ത് ചെയ്യണം? വെളിയിലെടുക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകത്തുള്ള 15 പിശാചുകളെ പുറത്താക്കിയേ കൊണ്ടുപോകത്തുള്ളൂ മേളിലോട്ട്. അല്ലാതെ പരിപാടിയൊന്നും നടക്കുകയില്ല. ഗലാത്യർ, കാരണം ഇവിടെ സ്വർഗരാജ്യം അവകാശമാക്കുന്നവരാണ് പുതിയ ഭൂമി അവകാശം, പുതിയ യെരൂശലേം അവകാശമാക്കുന്നത്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലേക്ക് അവകാശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 15 എണ്ണത്തിനെ എന്ത് ചെയ്യണം? പുറത്താക്കണം. അതിനാണ് ചിലപ്പം ഭാരം വെക്കുന്നത്. അമ്മച്ചിക്കും അച്ചാച്ചനും കൊച്ചമ്മയ്ക്കും എല്ലാം മുതുകത്തോരോ ഭാരം കൊടുത്തിട്ടുണ്ട്. പാപഭാരമല്ല, നമ്മുടെ അകത്തുള്ള 15 എണ്ണത്തിൽ ഏതാണ്? ചിലപ്പോൾ അസൂയയാകുന്ന സർപ്പം അകത്ത് ഇങ്ങനെ കിടക്കുക. അസൂയ, പക, പിണക്കം, ഓരോന്നിങ്ങനെ അകത്ത് കിടക്കുക. അപ്പൊ അതിനെ പുറത്താക്കണമെങ്കിൽ ഭാരം വെച്ചേ മതിയാവുള്ളൂ. സ്തോത്രം. നല്ലവണ്ണം ഞെക്കിയെങ്കിൽ മാത്രമേ ഈ അകത്തുള്ള ജ്യൂസ് മുഴുവൻ, ഈ പാപവിഷം മുഴുവനും പോകത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ സാത്താന്റേതെന്ന് പറഞ്ഞ് കൈ കഴുകണ്ട. വല സാത്താന് വെക്കാൻ കഴിയുകയില്ല. നിങ്ങളെ തൊടാൻ സാത്താന് കഴിയുകയില്ല. നിങ്ങളുടെ മേൽ ഭാരം വയ്ക്കാൻ സാത്താന് കഴിയുകയില്ല. ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിർമ്മലമായ ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ സൈക്കോളജി പറയുകയല്ല. നിർമ്മലമായ പാല്, വചനത്തിൽ എഴുതിയിട്ടുള്ള നിർമ്മലമായ. അപ്പൊ മുതുകത്തെന്ത് ചെയ്യും? ഭാരം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. മനുഷ്യരെ നമ്മുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുകാരെ, മറ്റുള്ളവരെ നമുക്ക് വിരോധമായി പറയുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ചവിട്ടി തൂക്കുകയാണ്. മനസ്സിലായോ? ഇതിനു മുമ്പ് അയൽവക്കത്തുകാരൻ വാമിണ്ടത്തില്ലായിരുന്നു. അവന് പേടിയായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയൽവക്കത്തുകാരനും എടാ ഇറങ്ങടാ ബഹളം തുടങ്ങി. അപ്പൊ കർത്താപ്പൻ ചോദിക്കാൻ, പഴയ ആളാരുടെ 2 അടി കൊടുത്തേനേമായിരുന്നു, അല്ല ഞാനിപ്പോ പോലീസിനെ കൊണ്ടൊരു കാര്യം നടത്തുമായിരുന്നു. അതുകൊണ്ടാ അയൽവക്കത്തുകാരനെ ഇളക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുതുകത്ത് എന്ത് ചെയ്തു? അവരെല്ലാം ഭാരവും വെച്ചു. അതുകൂടാതെ മറ്റുള്ളവരെ എന്ത് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കും. മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നെ കർത്താവിന്റെ ദാസന്മാർക്കറിയാൻ 2-3 പ്രാവശ്യം ടെലിഫോണും വന്നു. അവിടുത്തെ ഒരു ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ ചോപ്ര, ചീഫ് എഞ്ചിനീയർ, പുള്ളിക്കാരൻ ഇപ്പൊ റിട്ടയറായി, വലിയ ഉയർന്ന ഫാമിലിയിലുള്ളവരാണ്, ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ വീടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ 2-2.5 കോടിയുടെ വലിയൊരു വീടൊക്കെ പണിതിരിക്കുന്നത്. അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഡിപ്ലോമാറ്റ്സും വലിയ വലിയ ആളുകളാണ്. എന്നാൽ ഇവർക്ക് രക്ഷയിലേക്ക് വരുവാനിടയായി. അവരുടെ മകൾ ഒരു ഷെല്ലി എന്ന് പറഞ്ഞ സഹോദരി, അവൾക്ക് ഏകദേശം ഒരു നല്ലൊരു എക്സിക്യൂട്ടീവാണ്. ഏകദേശം 1 ലക്ഷത്തോളം അടുത്ത് അവൾക്ക് പ്രതിമാസം ശമ്പളമുണ്ട്. മാസത്തിൽ 1, 2, 3 ചിലപ്പോൾ 3 പ്രാവശ്യം അമേരിക്കയിൽ പോയി വരും. അവരുടെ കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അവളുടെ ഭർത്താവും നല്ലൊരു എക്സിക്യൂട്ടീവാണ്, നല്ല ശമ്പളം, നല്ലത്. ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങി. ഭർത്താവ് വിശ്വാസിയല്ല, ഭാര്യ ഇവൾ ഷെല്ലി വിശ്വാസി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവളാണ്. അവരുടെ വീട്ടിൽ പ്രയാസമുണ്ടായി. ഭർത്താവ് വീടിനകത്ത് താക്കോല് വീട് പൂട്ടി ബഹളമുണ്ടാക്കി. അവൾ ആരാധനയ്ക്ക് പോയതിന് ബഹളമുണ്ടാക്കി. ഒരു വലിയ ബഹളമുണ്ടായി. ഏതാണ്ടൊക്കെ നടന്നു. ഇവൾക്ക് നാളെയോ മറ്റന്നാളോ അമേരിക്കയ്ക്ക് പോകണം. അവളുടെ പാസ്പോർട്ട് എല്ലാം അകത്ത്, ഭർത്താവ് എല്ലാം അകത്ത് പൂട്ടിയിട്ടു. എനിക്ക് രാത്രി ടെലിഫോൺ വന്നു, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? പോലീസിനെ കൊണ്ടുവന്ന് തുറപ്പിക്കണോ, പ്രാർത്ഥിക്കണോ, എന്തുവാ ചെയ്യേണ്ടത്? ചീഫ് എഞ്ചിനീയറും ഭാര്യയും പ്രായമുള്ളവരാ. രാത്രി 11 മണിക്ക് വീടിന്റെ വാതിക്ക നിൽക്കുക. അവർക്ക് അവരുടെ ഫാമിലിയിൽ SP, സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട്, IG മാരുണ്ട്. ടെലിഫോൺ ചെയ്താൽ അവരെല്ലാം വരും, സഹായിക്കും. എനിക്ക് ടെലിഫോൺ ചെയ്ത് ചോദിക്കുക, കർത്താവിന്റെ ദാസനെ ഞാൻ എന്ത് ചെയ്യണം? രാത്രി മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഭാര്യ ഞാൻ പറഞ്ഞു, അവരുടെ വരാന്തയില് നിങ്ങളുടെ മറ്റേ വീട്ടിൽ അവരുടെ സ്വന്തം വീട് 2 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടുന്ന് ചെന്ന് ഞാൻ പറഞ്ഞു, വല്ല ഷീറ്റ് വല്ലതും എടുത്ത് നിങ്ങൾ അവിടെ വരാന്തയെ കിടന്നോളാൻ പറഞ്ഞു. ആരോടാ പറയുന്നത്? എയർ കണ്ടീഷൻ, അവരുടെ വീട്ടിൽ എപ്പോഴും എയർ കണ്ടീഷൻ കിടക്കുന്നവരാ. എയർ കണ്ടീഷൻ കിടക്കുന്നവര് ഇത്ര വലിയ ആളുകൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? കർത്താവിന്റെ സുവിശേഷ നിമിത്തം കിടക്കേണ്ടി വരുന്നു, വാതിക കിടക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യം നടന്നില്ല. അപ്പൊ ഇന്ന്
വീണ്ടും പോലീസ് സ്റ്റേഷനിൽ അവരെല്ലാം കൂടെ ഇതായി. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും FIR കൂടെ ചെയ്യാൻ പാടില്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ദൈവസഭയുടെ അംഗമായി തീരണമെന്നുണ്ടെങ്കിൽ പോലീസിൽ പോകാൻ പാടില്ല. പോലീസിൽ പോയാൽ 1 മിനിറ്റ് കൊണ്ട് പോലീസ് വന്ന കാര്യങ്ങളെല്ലാം വാതിൽ തുറന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ടെലിഫോണിൽ ചോദിച്ചു, ഈ യഹോവയായ ദൈവത്തിന്റെ സഹായം വേണോ അതോ പോലീസിന്റെ സഹായം വേണോ? ഞാൻ മിസ്റ്റർ ചോപ്രയുടെ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഏതോ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ മരുമകനെ നിങ്ങളുടെ പുറത്ത് കയറ്റി ഓടുവാൻ ആക്കിയിരിക്കുകയാണ്. വളരെ വേദനയുള്ളതാണ്. ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലുള്ള ദൈവമക്കളാണ് ഉടനെ തന്നെ ടെലിഫോൺ ചെയ്തിട്ട് യേശുവിന്റെ നാമത്തിൽ പോലീസിനെ കൊണ്ടുവന്ന് യേശുവിന്റെ നാമത്തിൽ കഥകളെല്ലാം തുറന്ന് യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. എല്ലാം യേശുവിന്റെ നാമത്തിലായിരിക്കും ചെയ്യുന്നത്, അല്ലയോ? അങ്ങനെയല്ലയോ ചെയ്യുന്നത്? എന്നാൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് വഴി. യേശുവിന്റെ നാമത്തിൽ അതിനേക്കാൾ നിങ്ങൾ കൊച്ചുമക്കളെ പിടിച്ച് അടിക്കാനായിട്ടൊന്ന് പിടിക്കുന്നു വിചാരിച്ചു, മോനൊന്ന് അടി കൊടുക്കണം, അവനൊന്ന് ഓടിയാ നിങ്ങൾ എത്ര പേര് കൈകൊട്ടും? ഞാൻ എന്റെ മകനെ ഒന്ന് ശിക്ഷിക്കാനായിട്ടൊന്ന് പിടിച്ചു, ഒന്ന് അടിക്കാൻ നോക്കിയപ്പോൾ അവൻ എന്നെ വിട്ട് ചോടിപ്പോയി. കണ്ടോ എന്റെ മകൻ ഓടിപ്പോയത് കണ്ടില്ലയോ എന്ന് എത്ര പേര് കൈകൊട്ടും? ഒല്ലോ ഞാനാണെങ്കിൽ അവൻ ഓടാൻ വയ്യാത്തിട്ട് പിടിച്ചിട്ടടിക്കും. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ചെറിയ പരീക്ഷയിൽ ഓടിപ്പോയാൽ സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ ഇവനെ പിടിക്കാവുന്നത്, ഇവൻ ഓടരുത്, അതുപോലെ പിടിക്കും. ഏതായാലും പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുക, ഇനി ശരിയാക്കി എവിടെ കൊണ്ടുപോകണം? നിത്യനിത്യമായ ഭവനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ കുറച്ച് മുതലുമുടക്കുള്ളതാ. ദൈവരാജ്യം കാണാൻ ഫ്രീ ആയിരുന്നു, പ്രവേശിക്കാൻ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ദൈവരാജ്യത്തിന് എന്ത് ചെയ്യണം? മുതൽ ഗുണം. ഫിലിപ്പിയർ 2:12 വായിച്ചിട്ട് ഇപ്പോഴത്തേക്ക് അവസാനിപ്പിക്കാം. ബാക്കി ദൈവത്തിന്റെ കർത്താവിന്റെ ഇതമെങ്കിൽ ബാക്കി തുടരാം. ഫിലിപ്പിയർ 2:12 വായിച്ചാൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ, നിങ്ങൾ ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയുടെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ 3 ഫേസ് ഉണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. വി ആർ സേവ്ഡ്, ബീയിങ് സേവ്ഡ്, ഷാൽ ബി സേവ്ഡ്. ഇപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് മുഴുവനും കർത്താവായ യേശു ക്രിസ്തു ചെയ്തു തീർത്തു. എന്നാൽ നമ്മിലുള്ളതായ ജഡത്തിന്റെ സ്വഭാവങ്ങളെ ഓരോന്നോരോന്നായി പുറത്തു മാറ്റുവാൻ നമ്മൾ പലതും ചെയ്തേ മതിയാകുള്ളൂ. അത് നാം തന്നെ ചെയ്യണം. നമ്മിലുള്ള കോപസ്വഭാവം, നമ്മിലുള്ള ജഡസ്വഭാവം, നമ്മിലുള്ളതായ ഈർഷ്യ, പിണക്കം, വൈരാഗ്യം, അസൂയ, ഇതെല്ലാം, ഈ പാമ്പുകളെ എല്ലാം നമ്മൾ പുറത്താക്കിയെങ്കിൽ മാത്രമേ പുതിയ വിശുദ്ധിയേറിയതും പരിശുദ്ധവുമായ പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേമിലും പാർക്കുവാൻ നമ്മൾ യോഗ്യരാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ ഓർത്തുകൊണ്ട് പോകണം, ദൈവം എന്നെ വലയിലാക്കിയിരിക്കുകയാണ്, എവിടെയോ ഏതോ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ വീണ്ടും അതിന് കീഴിൽ വാക്യമുണ്ട്, 66 ഒന്ന് ബാക്കിയൂടെ വായിച്ചാട്ട്. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. തീയിലും വെള്ളത്തിലും കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല ചൂട്, അത് കഴിഞ്ഞിട്ട് എടുത്ത് പെട്ടെന്ന് എവിടെ ഇടും? വെള്ളത്തിൽ. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. എങ്കിലും, ഹല്ലേലൂയ, എങ്കിലും നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നു? സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ കരങ്ങളാണ് ഇത് ചെയ്യുന്നത്. സ്നേഹത്തിന്റെ കരങ്ങളാണ് ഇത് ചെയ്യുന്നത്. അതൊന്നും നിരാശപ്പെട്ടു പോകരുത്. എന്റെ പിതാവേ, എന്നെ സ്നേഹിക്കുന്നവനെ, നീ എന്നെ എങ്ങനെ മെനയുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിനക്ക് എവിടെ തൊടാൻ, എവിടാണ് പണി ബാക്കിയുള്ളത്, നീ അവിടെ തൊട്ടാലും
അത് വലിയവരിലും ചെറിയവരിലും എല്ലാവരിലും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഈ അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോകരുത്. അതുപോലെ ഈ സംഭവിക്കുന്ന ശാപമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, നിങ്ങൾക്ക് വേദപുസ്തകം അറിയത്തില്ല, ദൈവത്തിന്റെ മാർഗം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് കുറുക്കു വഴിയേ അറിയത്തുള്ളൂ. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഇതേ മാർഗത്തിൽ കൂടെ പോയവരാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കിയാൽ അവരെല്ലാം ഇതേ മാർഗത്തിൽ കൂടെ പോയവരാണ്. പുതിയ നിയമ വിശുദ്ധന്മാരാകുന്ന നമ്മൾക്ക് നാം അവരെക്കാൾ ശ്രേഷ്ഠന്മാരാകയാൽ അവർ കടന്നുപോയതിനേക്കാൾ ആഴമേറിയ പരിശോധനയിൽ കൂടെ നാം കടന്നുപോയി നമ്മുടെ പ്രിയനെ കാണുവാൻ ഒരുക്കമുള്ളവരായിത്തീരണം. ആകയാൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ സ്വർഗരാജ്യം കണ്ടു, പ്രവേശിച്ചു. ഇനി എന്ത് ചെയ്യണം? ഓരോരുത്തര് ഓരോ പ്രതികൂലങ്ങളെ ഈ 15 എണ്ണത്തിനെ ഓരോന്നിനെ പുറത്താക്കും തോറും കുറേശ്ശെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവകാശം ആക്കിക്കൊണ്ടിരിക്കുക. അവകാശം ആയിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യം അവകാശമാക്കുക എന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പുറകോട്ട് പോകരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.